എല്ലാ കൂട്ടുകാർക്കും നെസ്റ്റ് സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു 2.1 ആംപ്ലിഫയർ ആയിട്ടാണ്. റിമോട്ട് കിറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണ് നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. നമുക്ക് റിമോട്ട് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഫംഗ്ഷൻസും ബാസിലും ട്രിബിളായാലും മിഡായാലും വോളിയായാലും നമുക്കൊരു റിമോട്ട് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു 2.1 ആംപ്ലിഫയർ ആണ് ഇത്. നമ്മൾ ഈ ആംപ്ലിഫയറിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത് കാണുന്നത്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നമ്മൾ ഇതിന്റെ ഫ്രണ്ട് പാനൽ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു എൻകോഡറും അതുപോലെ തന്നെ ഒരു സബ് വൂഫർ വോളിയും നമുക്ക് കാണാം. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് താഴത്തായിട്ടാണ് നമ്മൾ നമ്മുടെ USB സോക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു 3 ഇഞ്ച് സൈസ് ക്യാബിനറ്റിൽ നമ്മൾ ചെയ്തെടുത്തൊരു ആംപ്ലിഫയർ ആണ്. അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം ക്വാളിറ്റിയോടെ കൂടിയ നല്ലൊരു ക്യാബിനറ്റിനാണ് ഇത്, സാംകോൺ കമ്പനിയുടെ. പിന്നെ നമ്മൾ ഈ ആംപ്ലിഫയർ നമ്മൾ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് 150 വാട്ട്സ് സബ് വൂഫറിനെയും അതുപോലെ തന്നെ ചാനലിന് വേണ്ടി 25 വാട്ട്സ് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലൊരു 15 സബ് വൂഫറൊക്കെ നമുക്ക് പക്കയായ രീതിയിൽ ഹെവിയായ രീതിയിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇതിൽ 12 ലോഡ് ചെയ്യാം, പക്ഷെ വർക്കിംഗ് അതിന് വെച്ച് കുറച്ച് കമ്മിയായിരിക്കുന്നുള്ളൂ. നമുക്ക് 15 നമുക്ക് ഇതിക്ക് 10, 8 ഒക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ പക്കയായിട്ട് നമുക്ക് ഇതിൽ റൺ ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ആംപ്ലിഫയറിന്റെ ബാക്ക് സൈഡ് കാണാം. ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മളിതിൽ RCA സോക്കറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ലെഫ്റ്റിലത്തെ ചാനലും ഇത് റൈറ്റ് ചാനലുമായിട്ടാണ്. ഇത് നമ്മൾ ഡെമ്മി ആയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ സബ് വൂഫറിന് വേണ്ടി നമ്മൾ പ്രസിംഗ് ടൈപ്പ് ബനാന ജാക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത് നമ്മൾ ടിവിന്ന് ആക്സ് രൂപത്തിലൊക്കെ നമുക്ക് കുത്തിയെടുക്കാനുള്ള ഇൻപുട്ട് സെക്ഷനാണ് ഇത്. TV, DVD, CD എന്നുള്ള ലെവലിലാണ് നമുക്ക് ഈ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഇൻപുട്ട് സെക്ഷൻ വരുന്നത്. ഇത്രയുമാണ് നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത്. പിന്നെ നമ്മളൊരു ഹെവി ആയ ഒരു മാക്സ് കാർഡും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ആംപ്ലിഫയറിന്റെ ഉൾഭാഗത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഇതിന്റെ ഉൾഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു ഹെവി ആയ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു ആംപ്ലിഫയറിന്റെയും മെയിനായ ഘടകം നമ്മുടെ ട്രാൻസ്ഫോമർ തന്നെയാണ്. നമ്മുടെ ബോർഡിലേക്ക് കൊടുക്കാവുന്ന പവർ സപ്ലൈ, അതായത് നല്ല രീതിയിലുള്ള ഒരു പവർ നമുക്ക് നമ്മുടെ ബോർഡിലേക്ക് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ആംപ്ലിഫയർ നല്ലൊരു രീതിയിൽ നമുക്ക് വർക്കിംഗ് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ബോർഡുകൾക്ക് വേണ്ട രീതിയിലുള്ള പവർ കിട്ടാനുള്ള രീതിയിലുള്ള ട്രാൻസ്ഫോമർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 27.5 ആംപിയറും അതുപോലെ തന്നെ 0.12 ഒരു 3 ആംപിയറും 0.12 ഒരു 5 ആംപിയറും എന്ന രീതിയിലാണ് ഈ ടാപ്പിംഗ് ഇതിൽ വരുന്നത്. നമ്മൾ ആ 3 ആംപിയർ 0.12 3 ആംപിയർ നമ്മൾ നമ്മുടെ റിമോട്ട് കിറ്റിനേക്കും അത് നമ്മളൊരു റെഗുലേറ്റർ വെച്ച് 1 ആംപിയർ ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ 5 ആംപിയറിന്റെ 0.12 5 ആംപിയർ സെക്ഷൻ നമ്മൾ നമ്മുടെ സ്പീക്കർ സെക്ഷനിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തു പറഞ്ഞ ഘടകം നമ്മളിതിൽ കൂളിംഗ് ഫാൻ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഹീറ്റ് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോർഡിന്റെ ഹീറ്റ് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹെവിയായ ഹീറ്റ് സിങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്ത റിമോട്ട് കിറ്റ് നമ്മളിത് സൗണ്ട്രോൺ കമ്പനിയുടെ റിമോട്ട് കിറ്റാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പവർ സപ്ലൈക്ക് വേണ്ടി നമ്മുടെ നോർമൽ പവർ സപ്ലൈ ആണ് 50 വോൾട്ട് 4700 UFന്റെ 2 കപ്പാസിറ്റർ നമ്മൾ സബ് വൂഫറിന്റെ പവർ സപ്ലൈക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മെറ്റൽ ഡയോഡ് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിന്റെ ബോർഡിന്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ബോർഡ് സെക്ഷനിലേക്ക് വരുന്നത് നമ്മൾ മോസ്ഫിറ്റിന്റെ ഒരു ബോർഡാണ് നമ്മൾ സബ് വൂഫറിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4440ന്റെ ഡുവൽ IC ബോർഡാണ് നമ്മൾ സ്പീക്കർ സെക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോർഡിന്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ആംപ്ലിഫയർ നമുക്കൊന്ന് ഓൺ ചെയ്ത് നമ്മുടെ വർക്കിംഗ് എങ്ങനെയായിട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ആംപ്ലിഫയർ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ നമുക്ക് ഓൺ ആയിട്ടുണ്ട്. നമ്മളിത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 6 ഇഞ്ചിന്റെ 2 സ്പീക്കേഴ്സും അതുപോലെ തന്നെ നമ്മളൊരു 12 ഇഞ്ചിന്റെ ഒരു സബ് വൂഫറുമാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയായിട്ട് നോക്കാം. സബ് വൂഫർ എങ്ങനെയാണ് വർക്ക് നോക്കാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ആംപ്ലിഫയറിന്റെ നമ്മൾ വർക്കിംഗ് ഒക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട്. നമ്മൾ ഈ ആംപ്ലിഫയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന റിമോട്ട്. ഇതിൽ നമുക്ക് സബ് വോളിയം, ഇതാണ് സബ് ഓഫ് വോളിയം, ഇത് മെയിൻ വോളിയം, ലെഫ്റ്റ് റൈറ്റ് ചാനലിന്റെ, അതുപോലെ തന്നെ ബേസ്, മിഡ്, ട്രിബിൾ എന്ന രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ട്യൂണിംഗ് കൺട്രോൾ, ഈക്വലൈസർ എല്ലാം നമുക്ക് ഈ റിമോട്ട് തന്നെയാണ്. ഇതൊരു 5.1 ആംപ്ലിഫയർ റിമോട്ട് കിറ്റ് ആണ്. അത് നമുക്ക് 2.1ലേക്കാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്കി കീസ് ഒക്കെ നമുക്ക് വർക്കിംഗ് അയക്കാൻ സാധിക്കില്ല. അതുപോലെ നമുക്ക് സറൗണ്ടിങ്ങിന്റെ ലെഫ്റ്റ് റൈറ്റ് വോളിയത്തിന്റെ കാണാം, അതുപോലെ തന്നെ സെന്റർ വോളിയം കാണാം. അത് രണ്ടും നമുക്ക് എനേബിൾ ആക്കി നമ്മൾ അത് രണ്ടും നമ്മൾ വെറുതെ ഡമ്മി ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്കിതിൽ ലെഫ്റ്റ് റൈറ്റ് 2 ചാനലും അതുപോലെ തന്നെ ഒരു സബ് ഊഫറുമാണ് നമുക്കിതിൽ കിട്ടുക. ഈ റിമോട്ട് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.